ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. നിനക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് ഗുരുവായൂരാണ്. അതെ ഗൈസ്, ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ബൈക്കിലാണല്ലോ പോണത്. പെട്ടെന്ന് ഇറങ്ങേണ്ട തത്രപ്പാടിൽ വീട്ടിൽ നിന്ന് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളൊരു 4 മണിക്ക് എണീറ്റ് കുളിച്ച് പുറപ്പെട്ട് ഒരു 4:30 മണിക്കാകുമ്പോഴേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ച പ്ലാനിലായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ. ഒരുങ്ങിപ്പിടിച്ച് വരുമ്പോഴേക്കും 5 മണിയായി. ഇറങ്ങുന്ന ടൈമിൽ ചെറിയ ചാറ്റൽ മഴയും. തൃപ്തിയായി. പിന്നെ എന്താ വേണ്ടേ? പ്ലാനിങ്ങും കണക്ക് കൂട്ടലും ഒരു വഴിക്ക് നടക്കും. പക്ഷെ ഞങ്ങളുടെ പോക്ക് ഒരു വഴിക്ക് നടക്കും. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും മഴയുടെ പൊടി പോലും ഉണ്ടായില്ല. പിന്നെ അതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. പിന്നെ അങ്ങോട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് 2-2.5 മണിക്കൂർ ഉണ്ടാവും ഗുരുവായൂരിലേക്ക്. പോണ വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി നേരെ ഗുരുവായൂർ അമ്പലനടയിലേക്ക്. അങ്ങനെ 8:30 ഞങ്ങൾ അമ്പലത്തെത്തി. ശരിക്കും 7:00 എത്തേണ്ട ഞങ്ങളാണ് ഇന്ന് അരിച്ചരിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരം നല്ല വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തേക്ക് നടക്കാൻ തുടങ്ങി. നന്ദുട്ടനാണെങ്കിൽ ഏട്ടൻ്റെ കൈ പിടിച്ചേ നടക്കുകയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിൽ കൂടി വരുന്നത്. പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഏതാണ്ട് 4-5 വയസ്സുണ്ടാവും തോന്നുന്നു. അന്ന് ഇവിടെ കുടുംബത്തിൽ ആരുടെയോ ചോറൂണിന് വന്നതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് എന്നെ കാണാണ്ടായതും ഒരു ലോട്ടറിക്കാരൻ മാമന് എന്നെ കിട്ടിയതും തിരിച്ച് വീട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടു ചെന്ന് ആക്കിയതും അങ്ങനെ കുറേ നല്ല നല്ല ഓർമ്മകൾ. ആ ലോട്ടറിക്കാരൻ മാമൻ എന്നെ അച്ഛനമ്മയുടെ അടുത്തും കൊണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയായിരിക്കും എന്നിങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ എങ്ങോട്ടായി പറഞ്ഞു പോണത്? വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ബാഗും ഫോണൊക്കെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ക്യൂവിൽ വരുന്നെന്ന് കാത്ത് നിന്ന് ഉണ്ണിക്കണ്ണനെ കാണുമ്പോഴുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. എനിക്ക് ഗുരുവായൂർ വന്ന ഈ 2 കാര്യങ്ങൾ നിർബന്ധമാണ് കേട്ടോ. ഒന്ന്, ഗുരുവായൂരപ്പനെ തൊഴണം, പ്രാർത്ഥിക്കണം, അതൊരു സൈഡിൽ. രണ്ടാമത് ഇവിടുത്തെ ഉഴുന്നുവട. അത് ഞാൻ ശരിക്കും ഉഴുന്നുവട ലവറല്ല, പക്ഷേ ഇവിടുത്തെ ഉഴുന്നുവട ഉണ്ടല്ലോ അത് ഒരുപാട് ഇഷ്ടമാണ്. അത് വേറെ ഏത് കടയിൽ കഴിച്ചാലും എനിക്ക് ഈ ഗുരുവായൂരത്തെ കടകളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ചുറ്റി നടന്ന് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ പാൽപ്പായസം വാങ്ങാൻ പറ്റിയില്ല. ക്യൂ കണ്ടപ്പോൾ ഞങ്ങളുടെ ഒരു ബോധം പോയി. അത്രയ്ക്ക് ക്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കുട്ടിക്ക് അല്ലെങ്കിലേ ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയും റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അതിക്ക് മുതിർന്നില്ല കേട്ടോ. അവിടെ സ്റ്റേജിൽ കുട്ടികളുടെ അരങ്ങേറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഏട്ടന് ആണെങ്കിൽ ഇങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഗുരുവായൂരുള്ള തന്നെ ഗണപതി ക്ഷേത്രത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നന്ദുട്ടൻ ഭയങ്കര കലിപ്പിലായിരുന്നു. എന്ത് രസമായിട്ടാണ് ഓരോ കടകളിലും ഇങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും വിളക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ. വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കണ്ട് നടക്കാൻ അങ്ങനെ തോന്നും നമുക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റെക്കായിട്ടോ. അപ്പോൾ ഈ പച്ച പുല്ലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നന്ദുട്ടൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേട്ടോ നന്ദുട്ടൻ്റെ ഈ വർത്താനം. പിന്നെ ഒന്നും നോക്കിയില്ല. മക്കളൊരാഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നൊക്കെയല്ലേ പറയുക. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയി. അതും ഒന്ന് വാങ്ങിയാൽ പോരാ, ഏട്ടൻ്റെ കുട്ടികൾക്കും വാങ്ങണം. പിന്നെ 4 ആൾക്കും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച്, തോക്കാണ് കേട്ടോ കുട്ടികൾക്ക് വാങ്ങിയത്. പിന്നെ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ഒരു സാധനം കൂടി വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നടന്നു കേട്ടോ. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നന്ദോട്ടം കുറച്ച് വാശിയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ വന്ന ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനെ വാങ്ങണമെന്ന്. അപ്പോൾ അതെന്തായാലും സാധിച്ചു. പിന്നെ ഞങ്ങൾ പപ്പടമൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ 1 മണിയാകുമ്പത്തേനും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഫോണിൽ ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല. രാവിലെ ചാർജ് ചെയ്യാൻ പറ്റിയില്ല, അത് പണിയായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആനപ്പന്തിക്കായിരുന്നു കേട്ടോ. നന്ദുട്ടൻ ഇനി വാശി പിടിക്കാതിരിക്കാൻ ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഏട്ടൻ ആനയ്ക്ക് പഴം എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടത് കേട്ടോ. അവർ നന്ദുട്ടനെ കണ്ടപ്പോൾ ഒരു പഴം നന്ദുട്ടന് എറിയാൻ കൊടുത്തു. അവ എറിഞ്ഞു, പക്ഷേ ആനേൻ്റെ അടുത്ത് എത്തിയില്ല. പിന്നെ രണ്ടാമതും കൊടുത്തു, പക്ഷെ കുട്ടിക്ക് നാണം വന്ന് കുട്ടി സൈഡായി. പിന്നെ ഏട്ടനാട്ടോ വാങ്ങി എറിഞ്ഞത്. കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് വന്നാ അതാ എറിയടാ പോയിട്ട്. എത്തില്ലേ? അവനെത്തില്ല, എത്തൂല.
അതാകത്തില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് അത് മുന്നിക്ക് വരാൻ പറ്റുമോ ഇനി? എടുക്കത്തില്ലേ? ചേട്ടാ കൂടെ കൊടുത്താ എറിഞ്ഞോ കേട്ടോ എറിഞ്ഞോ കല്ലത്ത് എറിയുന്ന വരെ എറിഞ്ഞോ അതിന്റെ ആൻ്റെ അടുത്ത് കേട്ടോ എറിഞ്ഞോ ഇങ്ങനെ എറി അച്ഛനെ ആക്കാതെ നിൽക്കണേ എറി എറിഞ്ഞോ എറിഞ്ഞോ എറിയേ അവന് പേടിയിട്ടു അത് എത്തിയില്ല. അല്ല പാട്ടൊക്കെ എടുക്കും ഇതാണ് പ്രശ്നം. അത് എടുത്തു കിട്ടിയില്ല. ഇവിടെ ആനപ്പന്തിയിലെത്തിയാലും എനിക്ക് ഓർമ്മകളുണ്ട് കേട്ടോ. ഓർമ്മകൾക്ക് പിന്നെ ഒരു പഞ്ഞമില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസമാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ സംസ്കൃത പുരസ്കാരം എന്നൊരു പുരസ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത കുട്ടികൾ, ഞാൻ സംസ്കൃതം എടുത്തത്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത കുട്ടികൾ ഒരു വണ്ടിയായിട്ട് പാരൻസൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുരസ്കാരമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ ആനപ്പന്തിക്ക് വന്നതാണ്. അപ്പോൾ ഒരു ആനേനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴുത്തിൽ ഒരു തോട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നവരൊക്കെ ആനേനെ ഇങ്ങനെ തൊടാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊരു ആഗ്രഹം തൊടാൻ വേണ്ടിയിട്ട്. ഞാൻ തൊടാൻ വേണ്ടി പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ ആനത്തോട്ടിയിൽ ഞാൻ ചവിട്ടി വീണു ആന എണീറ്റു. അങ്ങനെ പാപ്പാൻ്റെ നിന്ന് 4 ചീത്ത വിളിയൊക്കെ കേട്ട് അങ്ങനെ അതൊരു നല്ലൊരു ചിരിയായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഇപ്പോൾ. ഞാൻ കഥ പറഞ്ഞ് ബോറടിപ്പിച്ച നിങ്ങളെ. അപ്പോൾ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഇങ്ങനെ ആനകളെയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോഴാണ് ഈ ആനക്കൂട്ടം കളിക്കുന്നത് കണ്ട് ഇങ്ങനെ ഞങ്ങൾ നിന്ന് പോയത് കേട്ടോ. പോണ്ടട്ടോ ആ ചെറിയ ആന നല്ല കളി. അവിടെ പഴയ തറവാട് പോലെ ഒരു വലിയ വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മുന്നിലിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ തല്ലുകൂടി കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി കാണിക്കാൻ കേട്ടോ. ഇവിടെ ആനകളെ കുളിപ്പിക്കുന്ന കുളം തോന്നുന്നു. അതിൽ നിറയെ മീനുകളുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കടൽ നല്ല പ്രക്ഷോഭത്തിലാണെന്ന്. കൂറ്റൻ തിരമാലകളൊക്കെ ഇങ്ങനെ കരയിലേക്ക് വന്നിങ്ങനെ അട്ടിക്കണ സൗണ്ടൊക്കെ ദൂരെ നിന്നേ കേൾക്കാം നമുക്ക്. എന്നിട്ട് വാ, കടൽ പ്രക്ഷോഭത്തിലാണ്. കടൽ അതിനെന്താ പറയാ? അതിനെന്താ പറയാ? വേലിയേറ്റം അറിയാം. കൊണ്ടുപോകും. അതിട്ട് പോണ്ടാട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പറഞ്ഞാണ്. ആ അതിനാണ് ആ സാധനം വെച്ചിക്കണില്ലേ, ആ കുഴി തോണ്ടിക്കണത്. അതാ ആ കുഴി അവിടെ ഇത് കണ്ടില്ലേ ഇത്. അപ്പൊ ഈ വെള്ളം അങ്ങോട്ട് കയറാനാ, വെള്ളം ഇറങ്ങാനാ? ഞാൻ ഉറപ്പിച്ചതായിരുന്നു എന്തായാലും വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവും. എന്നാലും ഒന്ന് കാലിനച്ചിട്ട് വരാം. വരും അങ്ങോട്ട് പോവില്ല ഗൈസ്. കടൽ എത്തിയില്ല. അവിടെ കുറേ ആൾക്കാരുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. നന്ദോട്ടനും വരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം നന്ദോട്ടനും ഞാനും വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു. ഏട്ടൻ വന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ തിര വന്ന് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ടതും വാങ്ങി കഴിച്ചു. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായിരുന്നില്ല, ഒരു തെളിഞ്ഞ കാലാവസ്ഥ. കടലിൽ വല്ലാണ്ട് ആഴത്തിൽ ആരെയും അങ്ങനെ ഇറക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർക്ക് വന്നവരാണ് കേട്ടോ അവിടേക്ക് കൂടുതലും വന്നിരിക്കുന്നത്. സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എൻ്റെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കാലാവസ്ഥ ഇരുട്ട് കൂടി വരുന്നുണ്ടായിരുന്നു. നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വീഡിയോസൊന്നും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഫോൺ അപ്പോഴത്തേനും സ്വിച്ച് ഓഫ് ഒക്കെ ആയി.
ഞാനാണെങ്കിൽ നന്ദുട്ടിൻ്റെ കൈ വിടാണ്ട് മുറുക്കെ പിടിച്ചിരിക്കുക കേട്ടോ. അവനാണെങ്കിൽ വിട് അമ്മ ഞാൻ ഓടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിട്ടാൽ അവൻ കടലിലേക്ക് പോകും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം മണ്ണിലൊക്കെ കളിച്ച് കുറേ നേരം മണ്ണൊക്കെ തോണ്ടി കളിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. നന്ദുട്ടിനാണെങ്കിൽ മണ്ണിൽ നല്ല കളി കേട്ടോ. പിന്നെ കുട്ടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.